നമസ്കാരം. ബിസിനസ് ലെസൺസ് മലയാളത്തിലേക്ക് സ്വാഗതം. ബിസിനസ് തുടങ്ങുന്ന ഏതൊരാളും കടന്നുപോകുന്ന ഒന്നാണ് കടബാധ്യതകൾ. എന്നാൽ പലപ്പോഴും ഈ ബാധ്യതകൾ നമ്മുടെ ബിസിനസിനെയും ജീവിതത്തെയും തകർക്കുന്ന അവസ്ഥയിലേക്ക് എത്താറുണ്ട്. എങ്ങനെ കടക്കെണിയിൽ നിന്ന് സുരക്ഷിതമായി പുറത്തുകടക്കാം? എങ്ങനെ നിങ്ങളുടെ ബിസിനസിനെ കടമില്ലാത്ത ഒരു വിജയഗാഥയാക്കി മാറ്റാം? ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായ ധാരണ ലഭിക്കാൻ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക. ബിസിനസ് സംബന്ധമായ ഇതുപോലുള്ള പ്രാക്ടിക്കൽ പാഠങ്ങൾ നിങ്ങൾക്ക് കൃത്യസമയത്ത് ലഭിക്കാൻ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് തുടങ്ങാം. നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ഉറക്കം കെടുത്തുന്ന, മനസ്സിനെ എപ്പോഴും ഭാരപ്പെടുത്തുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്: കടബാധ്യതകൾ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കടം കാരണം ബുദ്ധിമുട്ടാത്തവർ ചുരുക്കമായിരിക്കും. പക്ഷേ പലരും ഇതിനെ ഒരു ശാപമായി കാണുന്നു. സുഹൃത്തുക്കളെ, കടം ഒരു ശാപമല്ല. അതൊരു തെറ്റായ തീരുമാനത്തിന്റെയോ അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെയോ ഫലമാണ്. നമുക്കിതിനെ അതിജീവിക്കാൻ സാധിക്കും. അടുത്ത 30 മിനിറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുകയാണെങ്കിൽ നിങ്ങളുടെ കടങ്ങളിൽ നിന്ന് മോചനം നേടാനുള്ള വ്യക്തമായൊരു റോഡ് മാപ്പ് നിങ്ങൾക്ക് ലഭിക്കും. 1. മാനസികമായ തയ്യാറെടുപ്പ്, മൈൻഡ്സെറ്റ്. കടം വീട്ടുന്നതിനേക്കാൾ ആദ്യം വേണ്ടത് മനസ്സിനെ പാകപ്പെടുത്തുക എന്നതാണ്. ഞാൻ തോറ്റുപോയി എന്ന ചിന്ത ആദ്യം മാറ്റണം. ലോകത്തെ വലിയ വലിയ ബിസിനസ്സുകാരെല്ലാം വലിയ കടങ്ങളിൽ നിന്ന് ഉയർന്നു വന്നവരാണ്. കടം വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് മറ്റുള്ളവരിൽ നിന്ന് ഒളിച്ചോടുക എന്നതാണ്. ഇത് നിങ്ങളുടെ സ്ട്രെസ് വർദ്ധിപ്പിക്കും. പകരം ഞാനിത് വീട്ടുക തന്നെ ചെയ്യും എന്ന ഉറച്ച തീരുമാനമെടുക്കുക. ഈയൊരു ആത്മവിശ്വാസമാണ് നിങ്ങളുടെ ആദ്യത്തെ വിജയം. 2. കടങ്ങളുടെ കൃത്യമായ ഓഡിറ്റിംഗ്. ഇനി നമുക്ക് പ്രായോഗികമായ കാര്യങ്ങളിലേക്ക് കടക്കാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു പേനയും ഡയറിയും എടുക്കുക എന്നതാണ്. മിക്കവരും കടം എത്രയുണ്ടെന്ന് കൃത്യമായി കണക്കെടുക്കാൻ ഭയപ്പെടും. പക്ഷേ ഇരുട്ടത്തിരുന്നാൽ നമുക്ക് വഴി കാണില്ല. ആർക്കൊക്കെ പണം നൽകാനുണ്ട്? ബാങ്ക് ലോണുകൾ എത്രയാണ്? കടം വാങ്ങിയ പണം എത്രയാണ്? ഓരോന്നിന്റെയും പലിശ നിരക്ക് എത്രയാണ്? ഇതൊരു ലിസ്റ്റാക്കി മാറ്റുക. നിങ്ങളുടെ ശത്രുവിനെ നിങ്ങൾ കൃത്യമായി തിരിച്ചറിയുമ്പോഴാണ് അവനെ തോൽപ്പിക്കാൻ എളുപ്പമാകുന്നത്. 3. ഡെറ്റ് സ്നോബോൾ വേഴ്സസ് ഡെറ്റ് അവലാഞ്ച്, ഡെറ്റ് സ്ട്രാറ്റജീസ്. ഇവിടെ നമുക്ക് 2 രീതികൾ ഉപയോഗിക്കാം. 1. ഡെറ്റ് സ്നോബോൾ. ഇതിൽ നമ്മൾ പലിശ നോക്കാതെ ഏറ്റവും ചെറിയ തുകയുള്ള കടം ആദ്യം വീട്ടുന്നു. അത് തീരുമ്പോൾ കിട്ടുന്ന സന്തോഷം അടുത്ത കടം വീട്ടാൻ നിങ്ങൾക്ക് ഊർജ്ജം നൽകും. 2. ഡെറ്റ് അവലാഞ്ച്. ഇതിൽ ഏറ്റവും കൂടുതൽ പലിശയുള്ള കടം ആദ്യം വീട്ടുന്നു. സാമ്പത്തികമായി നോക്കുമ്പോൾ രണ്ടാമത്തെ രീതിയാണ് നല്ലതെങ്കിലും മാനസികമായ കരുത്തിന് ആദ്യത്തെ രീതിയാണ് പലർക്കും അനുയോജ്യം. നിങ്ങളുടെ സാഹചര്യമനുസരിച്ച് ഇതിലൊന്ന് തിരഞ്ഞെടുക്കുക. 4. ചെലവുകൾ ചുരുക്കലും ജീവിതശൈലിയും, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്. കടം വീട്ടുന്ന കാലയളവിൽ നിങ്ങൾ ഒരു വാർ മോഡായിരിക്കണം. അടുത്ത 1 വർഷമോ 2 വർഷമോ നിങ്ങളുടെ അനാവശ്യ ആഡംബരങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. പുറത്തുനിന്നുള്ള ഭക്ഷണം, പുതിയ വസ്ത്രങ്ങൾ, അനാവശ്യ യാത്രകൾ എന്നിവ കുറയ്ക്കുക. നിങ്ങളുടെ കയ്യിൽ ബാക്കിയാകുന്ന ഓരോ രൂപയും നിങ്ങളുടെ കടം വീട്ടാനുള്ള വലിയൊരു ആയുധമാണെന്ന് ഓർക്കുക. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഈ ത്യാഗം നാളെ നിങ്ങൾക്ക് വലിയൊരു സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകും. 5. വരുമാനം വർദ്ധിപ്പിക്കുക, ഇൻക്രീസ് ഇൻകം. ചെലവ് കുറച്ചതുകൊണ്ട് മാത്രം വലിയ കടങ്ങൾ വീട്ടാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള വഴികൾ തേടുക. നിലവിലുള്ള ബിസിനസ്സിൽ എവിടെയാണ് പണം ചോരുന്നത് എന്ന് നോക്കുക. പുതിയ വിപണികൾ കണ്ടെത്തുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഒഴിവു സമയങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന ചെറിയ ജോലികൾ കണ്ടെത്തുക. ഓരോ അധിക വരുമാനവും നിങ്ങളുടെ കടം തീരുന്ന കാലാവധി കുറയ്ക്കും. 6. കടം നൽകിയവരുമായുള്ള ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ. ഇത് വളരെ പ്രധാനമാണ്. പണം നൽകാനുള്ളവരിൽ നിന്ന് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഒളിച്ചോടരുത്. അവരോട് നേരിട്ട് സംസാരിക്കുക. എനിക്കിപ്പോൾ പ്രയാസമാണ്, പക്ഷേ ഞാൻ പണം തരും, അതിനായി എനിക്ക് ഇത്ര സമയം വേണം എന്ന് അവരെ ബോധ്യപ്പെടുത്തുക. സത്യസന്ധമായി സംസാരിച്ചാൽ 90% ആളുകളും നിങ്ങൾക്ക് സമയം നൽകും. ഇത് നിങ്ങളുടെ മാനസിക പീഡനം പകുതിയായി കുറയ്ക്കും. 7. ഭാവിയിലേക്കുള്ള പാഠം. ഒരിക്കൽ നിങ്ങൾ കടത്തിൽ നിന്ന് പുറത്തു കടന്നാൽ വീണ്ടും ആ കെണിയിൽ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക. സമ്പാദിക്കുന്നതിനു മുൻപ് ചിലവാക്കുന്ന ശീലം ഒഴിവാക്കുക. ഒരു എമർജൻസി ഫണ്ട് എപ്പോഴും കരുതിവെക്കുക. സുഹൃത്തുക്കളെ, ഈ പറഞ്ഞ കാര്യങ്ങൾ വെറും വാക്കുകളല്ല. ഇത് കൃത്യമായി പ്ലാൻ ചെയ്ത് മുന്നോട്ടു പോയാൽ സമാധാനത്തോടെ തലയണയിൽ തലവെച്ചുറങ്ങാൻ കഴിയുന്ന ആ ദിവസം നിങ്ങൾക്ക് ദൂരെയല്ല. വിജയം നിങ്ങളുടേതായിരിക്കും. സുഹൃത്തുക്കളെ, സത്യത്തിൽ കടം വരുന്നത് ഒരു തരത്തിൽ നല്ലതാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടേക്കാം. പക്ഷേ അതാണ് യാഥാർത്ഥ്യം. നമ്മൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നത് നമ്മുടെ നല്ല കാലത്തല്ല, മറിച്ച് സാമ്പത്തികമായി നമ്മൾ തകർന്നു നിൽക്കുന്ന കാലത്താണ്. കടം വരുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയുമോ?
തിരിച്ചറിവ്. നമ്മുടെ കൂടെയുള്ളവരിൽ ആരാണ് യഥാർത്ഥ സുഹൃത്തുക്കളെന്നും ആരാണ് വെറും വേഷധാരികളെന്നും കടം വന്നു കഴിയുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാകും. പണമുള്ളപ്പോൾ കൂടെയുണ്ടായിരുന്നവർ നമ്മളെ കൈവിടുന്നത് കാണുമ്പോൾ മനസ്സ് വിഷമിക്കുമെങ്കിലും അത് നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു ശുദ്ധീകരണമാണ്. നിങ്ങളുടെ യഥാർത്ഥ ശത്രുക്കളെയും മിത്രങ്ങളെയും തിരിച്ചറിയാൻ കടം നിങ്ങളെ സഹായിക്കുന്നു. മുഖം നോക്കി സ്നേഹിക്കുന്നവരും പണം നോക്കി സ്നേഹിക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമാകും. മറ്റൊരു കാര്യം നമ്മുടെ സാമ്പത്തിക അച്ചടക്കമാണ്. പണം കയ്യിൽ ഇഷ്ടം പോലെയുള്ളപ്പോൾ നമ്മൾ പലപ്പോഴും കണക്കുകൾ സൂക്ഷിക്കാറില്ല. എവിടെയാണ് പണം പോകുന്നതെന്നോ എന്തിനാണ് ചെലവാക്കുന്നതെന്നോ നമുക്കറിയില്ലായിരിക്കും. പക്ഷെ കടം വരുമ്പോൾ ഓരോ രൂപയുടെയും മൂല്യം നമ്മൾ പഠിക്കും. ഒരു ചായ കുടിക്കുന്നതിന് മുൻപ് പോലും നമ്മൾ 2 വട്ടം ചിന്തിക്കും. ഈ അച്ചടക്കമാണ് ഭാവിയിൽ നിങ്ങളെ വലിയൊരു കോടീശ്വരനാക്കി മാറ്റാൻ പോകുന്നത്. 1 രൂപയുടെ കണക്ക് കൃത്യമായി നോക്കാൻ പഠിക്കുന്നവനെ കോടികൾ കൈകാര്യം ചെയ്യാൻ യോഗ്യതയുള്ളൂ. അതുകൊണ്ട് കടത്തെ ഒരു ശാപമായി കാണാതെ ജീവിതം നമുക്ക് നൽകുന്ന ഒരു റിയാലിറ്റി ചെക്കായി കാണുക. നിങ്ങളുടെ കണക്കുകൾ കൃത്യമാക്കാനും ബന്ധങ്ങളിലെ മായങ്ങൾ തിരിച്ചറിയാനും നിങ്ങളെ കൂടുതൽ കരുത്തനാക്കാനും കടം സഹായിക്കുന്നു. ഈ പ്രതിസന്ധിഘട്ടത്തെ അതിജീവിക്കുന്നവർക്ക് പിന്നീട് ജീവിതത്തിൽ ഒന്നിനെയും പേടിക്കേണ്ടി വരില്ല. കാരണം നിങ്ങൾ ഇതിനോടകം തന്നെ മനുഷ്യരെയും പണത്തെയും കുറിച്ച് ആഴത്തിൽ പഠിച്ചു കഴിഞ്ഞു. സുഹൃത്തുക്കളെ, ഞാനിന്ന് നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞുതരാം. ഇത് വെറുമൊരു കഥയല്ല, ജീവിതം പിച്ചിച്ചീന്തപ്പെട്ട ഒരിടത്തുനിന്ന് ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേറ്റ ഒരു സാധാരണ മനുഷ്യന്റെ കഥയാണ്. നമുക്കദ്ദേഹത്തെ രാഘവൻ എന്ന് വിളിക്കാം. രാഘവൻ ഒരു ചെറിയ ബിസിനസ്സുകാരനായിരുന്നു. 10 വർഷം മുൻപ് വലിയ സ്വപ്നങ്ങളുമായി തുടങ്ങിയ ഒരു സംരംഭം. തുടക്കത്തിൽ നല്ല ലാഭമായിരുന്നു. ആ ആവേശത്തിൽ അദ്ദേഹം കൂടുതൽ ലോണുകളെടുത്തു, ബിസിനസ് വിപുലീകരിച്ചു. പക്ഷേ വിപണിയിലെ മാറ്റങ്ങളും ചില തെറ്റായ തീരുമാനങ്ങളും കാരണം ബിസിനസ് തകരാൻ തുടങ്ങി. കടം കയറി മുടിഞ്ഞു. ഏകദേശം 1 കോടി രൂപയുടെ ബാധ്യത. ബാങ്ക് നോട്ടീസുകൾ, കടം തന്നവരുടെ ഭീഷണികൾ, നാട്ടുകാരുടെ പരിഹാസം. ഒടുവിൽ സ്വന്തം വീടുപോലും ജപ്തിയുടെ വക്കിലായി. രാഘവൻ ആദ്യം ചിന്തിച്ചത് എങ്ങോട്ടെങ്കിലും ഒളിച്ചോടാനാണ്. പക്ഷേ തന്റെ കുടുംബത്തെ ഓർത്തു അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. മരിക്കാനല്ല, ജീവിച്ചു കാണിക്കാനാണ് ധൈര്യം വേണ്ടത്. അദ്ദേഹം ചെയ്ത ആദ്യത്തെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡയറി എടുത്ത് തന്റെ കടങ്ങൾ മുഴുവൻ എഴുതിവെച്ചു എന്നതാണ്. എന്നിട്ട് കടം തന്ന ഓരോരുത്തരെയും നേരിൽ കണ്ടു. പലരും അദ്ദേഹത്തെ ചീത്ത പറഞ്ഞു, ചിലർ അപമാനിച്ചു. എങ്കിലും അദ്ദേഹം പറഞ്ഞു, സ്റ്റാർ, എന്റെ കയ്യിൽ ഇപ്പോൾ പണമില്ല, പക്ഷേ ഞാൻ ഓടിപ്പോകില്ല. ഓരോ രൂപയായി ഞാൻ തന്നു തീർക്കും. എനിക്ക് കുറച്ച് സമയം തരണം. സ്റ്റാർ അദ്ദേഹത്തിന്റെ ആ സത്യസന്ധത കണ്ടപ്പോൾ പലരും സമ്മതിച്ചു. പിന്നീട് അദ്ദേഹം ചെയ്തത് കഠിനമായ വ്രതം പോലെയായിരുന്നു. തന്റെ വലിയ കാർ വിറ്റു, ചെറിയൊരു ബൈക്ക് വാങ്ങി. ആഡംബരങ്ങളെല്ലാം ഒഴിവാക്കി. ഭാര്യയും മക്കളും അദ്ദേഹത്തിന് കരുത്തായി നിന്നു. പകൽ തന്റെ ബിസിനസ് ശരിയാക്കാൻ നോക്കുന്നതിനൊപ്പം രാത്രിയിൽ മറ്റു ചെറിയ ജോലികൾക്കും അദ്ദേഹം പോയി. ഓരോ മാസവും കിട്ടുന്ന ലാഭത്തിൽ നിന്ന് വലിയൊരു ഭാഗം കടം തീർക്കാൻ മാറ്റിവെച്ചു. ആദ്യത്തെ 1 വർഷം വലിയ മാറ്റമൊന്നും തോന്നിയില്ല. പക്ഷേ ചെറിയ കടങ്ങൾ ഓരോന്നായി തീർന്നു തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ഒരു സ്നോബോൾ എഫക്റ്റ് പോലെ ആത്മവിശ്വാസം കൂടി വന്നു. 5 വർഷത്തെ കഠിനാധ്വാനം. 5-ാം വർഷം അവസാനിക്കുമ്പോൾ രാഘവൻ തന്റെ അവസാനത്തെ പൈസയും കൊടുത്തു തീർത്തു. ഇന്ന് രാഘവൻ വെറുമൊരു ബിസിനസ്സുകാരനല്ല, 100-ലധികം പേർക്ക് ജോലി നൽകുന്ന ഒരു വലിയ സ്ഥാപനത്തിന്റെ ഉടമയാണ്. അദ്ദേഹം പറയും, കടം എന്നെ തകർക്കാനല്ല വന്നത്, പണം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിപ്പിക്കാനാണ് വന്നത്. സുഹൃത്തുക്കളെ, രാഘവന് കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്കും സാധിക്കും. കടം നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനമല്ല, അതൊരു പുതിയ തുടക്കത്തിന്റെ മുന്നോടിയാണ്. വീഴുന്നതല്ല പരാജയം, വീണിടത്തുനിന്ന് എഴുന്നേൽക്കാതിരിക്കുന്നതാണ് യഥാർത്ഥ പരാജയം. കടം വീട്ടാൻ കടമെടുക്കുന്നവർ ശ്രദ്ധിക്കാൻ. ദ ഡെറ്റ് ട്രാപ്പ്. സുഹൃത്തുക്കളെ, ബിസിനസ്സുകാർക്കിടയിൽ കണ്ടുവരുന്ന വളരെ അപകടകരമായ ഒരു പ്രവണതയുണ്ട്. അടുത്ത മാസത്തെ EMI അടക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ കടം വീട്ടാൻ വേണ്ടിയോ മറ്റൊരു ലോൺ എടുക്കുക എന്നത്. പലപ്പോഴും ഇത് വ്യക്തികളിൽ നിന്നോ അല്ലെങ്കിൽ കൂടിയ പലിശയുള്ള ബ്ലേഡ് കമ്പനികളിൽ നിന്നോ ആയിരിക്കും. ഇതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? 1. ബാധ്യതകളുടെ വർധനവ്. നിങ്ങളൊരു കടം തീർക്കുകയല്ല, പകരം ആ കടത്തെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുക മാത്രമാണ് ചെയ്യുന്നത്. അടുത്ത മാസം വരുമ്പോൾ പഴയ EMIയുടെ കൂടെ ഈ പുതിയ കടത്തിന്റെ EMIയും പലിശയും കൂടി നിങ്ങളുടെ തലയിൽ വരും. ഇത് നിങ്ങളുടെ വരുമാനത്തേക്കാൾ വലിയ ബാധ്യതയായി മാറും. 2. പലിശയുടെ ചക്രം. പുതിയ ലോണുകൾ പലപ്പോഴും പെട്ടെന്ന് കിട്ടുന്നവയായിരിക്കും, പക്ഷേ അവയുടെ പലിശ നിരക്ക് വളരെ കൂടുതലായിരിക്കും. ലാഭമുണ്ടാക്കാൻ വേണ്ടി ഓടുന്ന ബിസിനസ്സുകാരൻ ഒടുവിൽ പലിശ അടക്കാൻ വേണ്ടി മാത്രം ഓടുന്ന അവസ്ഥയിലേക്കിത് മാറും. 3. ബിസിനസ് തകർച്ച. ഒരു ഘട്ടം കഴിയുമ്പോൾ നിങ്ങളുടെ ബിസിനസ്സിലെ ലാഭം മുഴുവൻ ഈ EMIകൾ കൊണ്ടുപോകും. പുതിയ സ്റ്റോക്ക് എടുക്കാനോ ബിസിനസ് വികസിപ്പിക്കാനോ പണമില്ലാതെ വരികയും ബിസിനസ് പതുക്കെ തകരുകയും ചെയ്യും. ഇതിന് പരിഹാരം എന്താണ്? അടിയന്തരമായി നിർത്തുക.
കടം വീട്ടാൻ പുതിയ കടമെടുക്കുന്നത് ഇന്ന് തന്നെ നിർത്തുക. ഇത് താൽക്കാലിക ആശ്വാസം മാത്രമാണ്. അസറ്റുകൾ ലിക്വിഡേറ്റ് ചെയ്യുക. ഉപയോഗമില്ലാതെ കിടക്കുന്ന വെയർഹൌസോ വാഹനങ്ങളോ പഴയ സ്റ്റോക്കോ ഉണ്ടെങ്കിൽ അവ വിറ്റഴിച്ച് പണം കണ്ടെത്തുക. പുതിയ ലോൺ എടുക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നിങ്ങളുടെ പക്കലുള്ള സാധനങ്ങൾ വിൽക്കടം തീർക്കുന്നത്. കടം പുനഃക്രമീകരിക്കുക. ഡെറ്റ് റിസ്ട്രക്ചറിംഗ്. ബാങ്കുകളുമായി സംസാരിക്കുക. EMI തുക കുറച്ച് കാലാവധി നീട്ടാൻ റിസ്ട്രക്ചർ കഴിയുമോ എന്ന് നോക്കുക. ഇത് നിങ്ങളുടെ മാസത്തെ ബാധ്യത കുറയ്ക്കാൻ സഹായിക്കും. ബിസിനസ് മോഡൽ മാറ്റുക. നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് EMI അടക്കാനുള്ള ലാഭം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് രീതിയിൽ മാറ്റം വരുത്തണം. വരുമാനം കൂട്ടാനുള്ള വഴികൾ കണ്ടെത്തുക. ഓർക്കുക, കടം ഒരു കുഴിയാണ്. ആ കുഴി നികത്താൻ മറ്റൊരു കുഴി തോണ്ടുന്നത് ബുദ്ധിയല്ല. നിലവിൽ നിൽക്കുന്ന കുഴിയിൽ നിന്ന് എങ്ങനെ മുകളിലേക്ക് കയറാം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കടമെടുത്ത് ബിസിനസ് വ്യാപിപ്പിക്കുന്നവർ അറിയാൻ റിസ്ക് ഓഫ് ഡെറ്റ് ഫണ്ടഡ് എക്സ്പാൻഷൻ. സുഹൃത്തുക്കളെ, ബിസിനസ്സിൽ വളർച്ച ആഗ്രഹിക്കാത്തവരായി ആരുമില്ല. പക്ഷേ ആ വളർച്ചയ്ക്ക് വേണ്ട പണം എവിടെ നിന്ന് വരുന്നു എന്നത് നിങ്ങളുടെ ബിസിനസിന്റെ ഭാവി തീരുമാനിക്കും. പലരും ചെയ്യുന്ന വലിയൊരു തെറ്റാണ് കടമെടുത്ത് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുക എന്നത്. ഇത് ഒരു ഇരുതല മൂർച്ചയുള്ള വാളാണ്. എന്തുകൊണ്ടാണ് ഇത് അപകടകരമാകുന്നത്? 1. പ്രതീക്ഷയും യാഥാർത്ഥ്യവും. നമ്മൾ കടമെടുക്കുമ്പോൾ കണക്കുകൂട്ടുന്നത് ഈ പണം മുടക്കിയാൽ അടുത്ത മാസം മുതൽ ഇത്ര ലാഭം കിട്ടും, അതുവെച്ച് EMI അടയ്ക്കാമെന്നാണ്. പക്ഷേ ബിസിനസ്സാണ്, വിപണി എപ്പോഴും മാറാം. നമ്മൾ വിചാരിച്ച ലാഭം വന്നില്ലെങ്കിലും ബാങ്കുകാരും പണം തന്നവരും കൃത്യസമയത്ത് പലിശ ചോദിച്ചുവരും. അന്ന് നിങ്ങളുടെ കയ്യിൽ പണമില്ലെങ്കിൽ ബിസിനസ്സും സമാധാനവും ഒരേപോലെ തകരും. 2. ഫിക്സ്ഡ് എക്സ്പെൻസ് കൂടുന്നു. ലോൺ എടുക്കുന്നതോടെ നിങ്ങളുടെ മാസത്തെ ചെലവുകൾ കൂടുകയാണ്. സെയിൽസ് നടന്നാലും ഇല്ലെങ്കിലും ഈ തുക നിങ്ങൾ നൽകണം. ഇത് നിങ്ങളുടെ ബിസിനസ്സിലെ ലിക്വിഡ് ക്യാഷ് കുറയ്ക്കും. 3. സമ്മർദ്ദത്തിലാകുന്ന തീരുമാനങ്ങൾ. കടം തലയിലുള്ളപ്പോൾ ഒരു ബിസിനസ്സുകാരന് തെളിഞ്ഞ ബുദ്ധിയോടെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല. തിരിച്ചടവ് മുടങ്ങുമോ എന്ന പേടി കാരണം പലപ്പോഴും തിരക്ക് പിടിച്ചും തെറ്റായതുമായ തീരുമാനങ്ങൾ നിങ്ങൾ എടുത്തേക്കാം. അപ്പോൾ എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യേണ്ടത്? ലാഭത്തിൽ നിന്ന് വളരുക. ഓർഗാനിക് ഗ്രോത്ത്. ഏറ്റവും സുരക്ഷിതമായ രീതി നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം തന്നെ വീണ്ടും ബിസിനസ്സിലേക്ക് ഇറക്കുക എന്നതാണ്. ഇത് സാവധാനമേ നടക്കൂ, എങ്കിലും നിങ്ങൾക്ക് കടബാധ്യതയുടെ ടെൻഷനുണ്ടാവില്ല. ഓപ്റ്റിമൈസ് ബിഫോർ എക്സ്പാൻഡ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിലവിലുള്ള സെറ്റപ്പ് ഉപയോഗിച്ച് പരമാവധി ലാഭം ഉണ്ടാക്കുന്നുണ്ടോ എന്ന് നോക്കുക. പുതിയൊരു ഷോപ്പ് തുടങ്ങുന്നതിന് മുൻപ് പഴയ ഷോപ്പിലെ സെയിൽസ് പരമാവധിയിലെത്തിയോ എന്ന് പരിശോധിക്കുക. കടം ഒഴിവാക്കാൻ പറ്റില്ലെങ്കിൽ ലോൺ എടുത്തേ പറ്റൂ എന്നുണ്ടെങ്കിൽ ആ ലോൺ അടക്കാനുള്ള പണം നിങ്ങളുടെ നിലവിലുള്ള വരുമാനത്തിൽ നിന്ന് പുതിയ പ്രോജക്റ്റിൽ നിന്നുള്ള ലാഭം നോക്കാതെ നൽകാൻ കഴിയുമെന്ന് ഉറപ്പുവരുത്തുക. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, കടമില്ലാത്ത ചെറിയ ബിസിനസ്സാണ് കടമുള്ള വലിയ ബിസിനസ്സിനേക്കാൾ എത്രയോ മടങ്ങ് സമാധാനം നൽകുന്നത്. നിങ്ങളുടെ ബിസിനസ് നിങ്ങളെ വളർത്താൻ വേണ്ടിയുള്ളതാകണം, മറിച്ച് നിങ്ങളെ തളർത്താൻ വേണ്ടിയുള്ളതാകരുത്. സുഹൃത്തുക്കളെ, ഞാനീ പറഞ്ഞതിനർത്ഥം നിങ്ങൾ ഒരിക്കലും പുറത്തുനിന്ന് പൈസ എടുക്കരുത് എന്നോ ബിസിനസ് വളർത്തരുത് എന്നോ അല്ല. ബിസിനസ് എന്നാൽ വളരേണ്ടത് തന്നെയാണ്. പക്ഷേ നമ്മൾ ഒരു പുതിയ വലിയ ചുവടുവെപ്പ് നടത്തുന്നതിനു മുൻപ് നിലവിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ നിന്ന് കിട്ടാവുന്ന പരമാവധി ലാഭവും വരുമാനവും മാക്സിമം പൊട്ടൻഷ്യൽ നമ്മൾ നേടിയെടുക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. അതായത് നിലവിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് 10 ലക്ഷം രൂപയുടെ ബിസിനസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരിടത്ത് നമ്മൾ വെറും 5 ലക്ഷം രൂപയുടെ ബിസിനസ് മാത്രം ചെയ്തുകൊണ്ട് അത് 20 ലക്ഷമാക്കാൻ വേണ്ടി പുതിയ കടമെടുക്കുന്നതിലാണ് അപകടമുള്ളത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. 1. നിലവിലുള്ളത് പരമാവധി ഉപയോഗിക്കുക. ഓപ്റ്റിമൈസേഷൻ. നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റാഫിനെ, സ്ഥലത്തെ, സ്റ്റോക്കിനെയെല്ലാം അതിന്റെ 100% ശേഷിയിൽ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. 2. സിസ്റ്റം സജ്ജമാക്കുക. നിലവിലുള്ള ബിസിനസ് നിങ്ങളുടെ സാന്നിധ്യമില്ലാതെ തന്നെ കൃത്യമായി ഓടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ അടുത്ത യൂണിറ്റിലേക്ക് നിങ്ങൾക്ക് ശ്രദ്ധ നൽകാൻ കഴിയൂ. 3. മാക്സിമം റവന്യൂ ഉറപ്പാക്കുക. നിലവിലുള്ള ബിസിനസ്സിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ടുതന്നെ പുതിയ പ്രോജക്റ്റിന്റെ ഒരു ഭാഗമെങ്കിലും കണ്ടെത്താൻ കഴിയുന്ന അവസ്ഥ വരുമ്പോഴാണ് നിങ്ങൾ പുറത്തുനിന്നുള്ള പണത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. ചുരുക്കത്തിൽ, അടിത്തറ ശക്തമാക്കാതെ കെട്ടിടം ഉയർത്തരുത് എന്ന് പറയുന്നതുപോലെയാണിത്. ഉള്ള ബിസിനസ് അതിന്റെ പരമാവധിയിലെത്തിച്ചു കഴിഞ്ഞാൽ ആ ആത്മവിശ്വാസത്തോടും കൃത്യമായ പ്ലാനിംഗോടും കൂടി നിങ്ങൾ പുറത്തുനിന്ന് പൈസ എടുത്ത് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും പരാജയപ്പെടേണ്ടിവരില്ല. കടം വീട്ടുന്നതിലെ ആത്മീയതയും അച്ചടക്കവും. സുഹൃത്തുക്കളെ, കടം വീട്ടുക എന്നത് കേവലം സാമ്പത്തികമായൊരു ഇടപാടല്ല, അതൊരു മാനസികവും ആത്മീയവുമായ യാത്ര കൂടിയാണ്. നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരാകട്ടെ, ഏത് ദൈവത്തിലാകട്ടെ നിങ്ങളുടെ വിശ്വാസം, ആ വിശ്വാസത്തിന് നിങ്ങളുടെ കടം തീർക്കാനുള്ള യാത്രയിൽ വലിയൊരു കരുത്ത് നൽകാൻ സാധിക്കും. എങ്ങനെയാണ് വിശ്വാസം നമ്മളെ സഹായിക്കുന്നത്? 1. മാനസികമായ ധൈര്യം. കടം വരുമ്പോൾ മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഒറ്റപ്പെടലും ഭയവുമാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, എന്നെ സഹായിക്കാൻ സർവശക്തനായൊരു ദൈവമുണ്ട് എന്ന ചിന്ത നൽകുന്ന ധൈര്യം ചെറുതല്ല.
ഈ ഒരു ബോധ്യം നിങ്ങളെ ആത്മഹത്യയെക്കുറിച്ചോ ഒളിച്ചോട്ടത്തെക്കുറിച്ചോ ഉള്ള ചിന്തകളിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും പോരാടാനുള്ള കരുത്ത് നൽകുകയും ചെയ്യും. 2. പ്രാർത്ഥന നൽകുന്ന അച്ചടക്കം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് അച്ചടക്കമാണ്. കൃത്യസമയത്തുള്ള പ്രാർത്ഥനകൾ, വ്രതങ്ങൾ എന്നിവ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിപ്പിക്കുന്നു. ഈ അച്ചടക്കം നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിലും കൊണ്ടുവരിക. ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ കടങ്ങൾ വീട്ടാൻ എനിക്ക് വഴി കാണിച്ചു തരണമേ എന്ന് ചോദിക്കുന്നത് നിങ്ങളിൽ ഒരു പോസിറ്റീവ് എനർജി നിറയ്ക്കും. 3. സത്യസന്ധതയും പുണ്യവും. വാങ്ങിയ കടം തിരിച്ചുകൊടുക്കുക എന്നത് ഒരു പുണ്യപ്രവൃത്തിയായിട്ടാണ് എല്ലാ വേദഗ്രന്ഥങ്ങളും പറയുന്നത്. മറ്റൊരാളുടെ പണം കൈവശം വെക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഐശ്വര്യം ബരക്ക കളയുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് എനിക്ക് പണം തന്ന ആ വ്യക്തിയെ വഞ്ചിക്കില്ല എന്ന ദൈവഭയം കലർന്ന തീരുമാനമെടുക്കുമ്പോൾ, ആത്മാർത്ഥതയോടെ മുന്നോട്ടു പോകുമ്പോൾ പ്രപഞ്ചം മുഴുവൻ നിങ്ങളെ സഹായിക്കാൻ കൂടെ നിൽക്കും. 4. സമാധാനം കണ്ടെത്തുക. പണം ഇല്ലാത്തപ്പോഴും ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് മനസ്സിന്റെ സമാധാനം നിലനിർത്താൻ കഴിയും. ആ സമാധാനമാണ് പുതിയ ബിസിനസ് ആശയങ്ങൾ ചിന്തിക്കാനും കൂടുതൽ അധ്വാനിക്കാനും നിങ്ങളെ സഹായിക്കുന്നത്. വിശ്വാസമെന്നാൽ വെറുതെ പ്രാർത്ഥിച്ചിരിക്കുക എന്നല്ല അർത്ഥം. മറിച്ച് ഞാൻ എന്റെ പരമാവധി അധ്വാനിക്കാം, ബാക്കി ദൈവം നോക്കിക്കൊള്ളും എന്ന ആത്മവിശ്വാസത്തോടെ മുന്നേറുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ ഭാഗം കൃത്യമായി ചെയ്താൽ വഴി അടഞ്ഞു എന്ന് തോന്നുന്നിടത്ത് ദൈവം നിങ്ങൾക്കായി പുതിയ വാതിലുകൾ തുറന്നുതരും. അത് ഏത് മതമായാലും ഏത് വിശ്വാസമായാലും സത്യസന്ധമായ പ്രാർത്ഥനയ്ക്കും കഠിനാധ്വാനത്തിനും ഫലം ഉണ്ടാകുക തന്നെ ചെയ്യും. സുഹൃത്തുക്കളെ, നമ്മളിന്ന് സംസാരിച്ച ഈ പാഠങ്ങൾ നിങ്ങളുടെ ബിസിനസ് യാത്രയിൽ വലിയൊരു മാറ്റമുണ്ടാക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഓർക്കുക, ശരിയായ അറിവാണ് ബിസിനസ്സിലെ ഏറ്റവും വലിയ മൂലധനം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ബിസിനസ് അറിവുകൾ മറ്റുള്ളവരിലേക്കും എത്താൻ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. കൂടുതൽ ബിസിനസ് പാഠങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ബിസിനസ് ലെസൺസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.